മറ്റു വാർത്തയിലേക്ക്. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിൽ സമഗ്ര അന്വേഷണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിടിച്ചെടുത്ത രേഖകളുടെ ഫോറൻസിക് പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഇടനിലക്കാരെന്ന് ഇഡി കണ്ടെത്തിയ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ഇ ഡി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഷൈൻ മോട്ടോഴ്സ് ഉടമകളായിട്ടുള്ള സാദിഖ് ബാഷ, ഇമ്രാൻഖാൻ എന്നിവരുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ അവസാനിപ്പിച്ചപ്പോൾ ഇവരിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടി. അതായത് ഇവർ NOC ഇല്ലാതെ വാഹനങ്ങൾ കൈമാറിയതും ഇവർ ഭൂട്ടാനിലെ ഒരു പട്ടാളക്കാർ വഴി, ഒരു ഇടനിലക്കാരൻ വഴി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതുമായിട്ടുള്ള വിവരങ്ങളാണ്, നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇ ഡിക്ക് ലഭിച്ചത്. ഇതിന്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നടൻ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കരെ ഒക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വാഹനങ്ങൾ, അതായത് ഇ ഡി പിടിച്ചെടുത്ത വാഹനങ്ങളും സമാനമായ രീതിയിൽ ഭൂട്ടാനിൽ നിന്നും എത്തിച്ചതാണെന്ന് ഇ ഡി ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. അതിൽ ഫെമ ചട്ടലംഘനം ഉൾപ്പെടെ അല്ലാതെ PMLA വകുപ്പുകൾ കൂടി ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയുടെ കണ്ടെത്തൽ. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് ഒരു സൂചന കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഇവരുടെ പക്കൽ നിന്നും ലഭിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ, ഇതിന്റെയൊക്കെ ഒരു ഫോറൻസിക് പരിശോധന, ഒരു ആധികാരികത കൂടി തെളിയിക്കേണ്ടതുണ്ട്. ആ പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഒരു കാര്യം കൂടി ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇതിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും അമിത് ചക്കാലക്കലെയും ഒക്കെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇ ഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതാണ് കേസിന്റെ നവമി, കേസിന്റെ ഒരു പ്രാധാന്യവും അവിടെയാണ്. ഈ താരങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളിടത്താണ്. നമ്മൾ കണ്ടതാണ് ഇ ഡിയുടെ പരിശോധന മമ്മൂട്ടിയുടെ വീട്ടിലൊക്കെ നടക്കുന്ന സമയത്തും ദുൽഖറിനെ അപ്പോൾ തന്നെ വിളിച്ചു വരുത്തുന്നു. ആ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടി വരുന്നു. ഇതിന്റെ ഒരു ഗൗരവം, ഈ കേസിന്റെ ഒരു ഗൗരവം അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാനാണ് ഈ താരങ്ങളുടെ തീരുമാനം? ഈ താരങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. ആകെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് അമിത് ചക്കാലക്കൽ മാത്രമാണ്. അത് കസ്റ്റംസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു അമിത് ചക്കാലക്കൽ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇത് തന്റെ വാഹനം തന്നെയാണ്, താൻ ഇത് വാങ്ങിയെടുത്തതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഇതിൽ ഒരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടില്ല, താൻ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഈ ബാങ്ക് വഴി തന്നെയാണ് പണം കൈമാറിയത്, ഇതിന്റെ രേഖകളെല്ലാം ഉണ്ടെന്നാണ് അമിത് ചക്കാലക്കൽ പറയുന്നത്. പക്ഷേ ഇ ഡി അന്വേഷണത്തിലേക്ക് വന്നപ്പോൾ അമിത് ചക്കാലക്കലിന്റെ പ്രതികരണം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ദുൽഖർ സൽമാനും അന്ന് മാധ്യമങ്ങൾ പ്രതികരിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ കേസിനെ ഏത് രീതിയിലേക്കാണോ നേരിടേണ്ടത് ആ രീതിയിലേക്കെല്ലാം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. അഭിഭാഷകർ മുഖേന കസ്റ്റംസിന് മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ദുൽഖർ സൽമാന്റെ ഭാഗത്ത് നിന്നും ഇതിനോടകം നടന്നു. ഹൈക്കോടതിയെ നേരിട്ട് ദുൽഖർ സൽമാൻ സമീപിച്ചതും കസ്റ്റംസിനെ സംബന്ധിച്ച് വലിയ ഒരു മറ്റൊരു രീതിയിലേക്ക് തങ്ങളെ സഹകരിക്കാതെ, അല്ലെങ്കിൽ തങ്ങളുടെ അന്വേഷണത്തിൽ സഹകരിക്കാതെ ഹൈക്കോടതിയെ നേരെ സമീപിച്ചത് വലിയ നിരാശയായി തന്നെയാണ് കസ്റ്റംസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാനെ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ ഡി കൂടി ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ ദുൽഖർ സൽമാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൃഥ്വിരാജും അമിത് ചക്കാലക്കലും ഈ വിഷയത്തിൽ അവരുടെ പക്കലുള്ള തെളിവുകൾ, എങ്ങനെയാണ് ഇവർ പണം കൈമാറിയത്, ബാങ്ക് മുഖേനയാണെങ്കിൽ അതിന്റെ തെളിവുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇ ഡി കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി നവമി, മറ്റൊരു